രണ്ടാളുകൾ തമ്മിൽ പിണക്കുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാൻ നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല, അയാൾക്ക് നമ്മളെക്കാൾ വലിയ മനസ്സുള്ളത് കൊണ്ടാണ്. അയാൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പിണക്കം മാറ്റാൻ വേണ്ടി നമ്മുടെ അടുക്കൽ വരലോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അയാൾ ഉത്തമനായി. അയാൾ ആ പിണക്കം മാറ്റാൻ വേണ്ടി രംഗത്ത് വന്നതിനാൽ അയാൾക്ക് അള്ളാഹിന്റെ അടുക്കൽ വലിയ ദറജ കിട്ടി, അയാൾ നമ്മളെക്കാൾ സ്ഥാനം കൊണ്ട് ഉയർന്നു. ആ സമയത്ത് നമുക്കത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മോശപ്പെട്ടും പോയി. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിഷമം, ദേഷ്യമോ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുക. എന്തിനാണ് ഈ കിബറൊക്കെ വെച്ചുകൂട്ടി ഇങ്ങനെ കൊണ്ടു നടക്കണേ? മരിക്കണ സമയത്ത് ഇത് കൊണ്ടുപോകുമോ? ഒരു മനുഷ്യനടുത്ത് വിട്ടുകൊടുത്തു കൊടുക്കാൻ, ഒരു മനുഷ്യൻ്റെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ അള്ളാഹ് പൊരുത്തപ്പെട്ടു തരിക? എത്ര നിസ്കാരം പോയി മനുഷ്യ, എത്ര നോമ്പ് പോയി മനുഷ്യ, അള്ളാഹു തആല പൊരുത്തപ്പെട്ടു വരുമോ? ഒരു മനുഷ്യന് എന്നോ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു മനുഷ്യനടുത്ത് മിണ്ടാതെ നടക്കുക, കുടുംബങ്ങൾ തമ്മിൽ തെറ്റി നടക്കുക, അങ്ങനെ തെറ്റി നടന്ന് മിണ്ടാതെ നടന്നിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ പോകുമ്പോൾ ഈ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ പകരമായിട്ട് അള്ളാഹ് പൊരുത്തപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? നാണല്ലേ? ബുദ്ധിയില്ലേ? ചിന്തിച്ചൂടെ? സൃഷ്ടികളോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാതെ, സൃഷ്ടികളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹു തആല നാളെ പൊരുത്തപ്പെട്ടിരുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ആ സ്വഭാവം നമ്മൾ മാറ്റണം. ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന ആയത്ത് ഓതിയിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച് ആദ്യം പറഞ്ഞ വാക്കെന്താ? ഇന്നക തസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നവനാണ്? ഊട്ടിയുലർത്തുന്നവനാണ്. അതുകൊണ്ട് ലാ തഖഫ് ലാ തഹസൻ, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ ബന്ധം വളരെ മനോഹരമായ ഒന്നാണ്. നമ്മൾ കാരണം, നമ്മുടെ വാശി കാരണം, നമ്മുടെ ദുർവാശി കാരണം നഷ്ടപ്പെട്ടു പോകേണ്ട ഒന്നല്ല ഒരു കുടുംബ ബന്ധം എന്ന് മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദറിന്റെ അന്ന് എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല നിഅമത്ത് ചെയ്യും. എല്ലാ മനുഷ്യർക്കും അവർ തേടുന്ന തേട്ടത്തിന് ഉത്തരം കിട്ടിക്കൊടുക്കും. 3 വിഭാഗത്തിനൊഴികെ. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തെറ്റിപ്പിച്ചവനാണ്, മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വിമുഖത കാണിക്കുന്നവനാണ്, മഹ്ശറിലേക്ക് മാറ്റി വെച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് ആ ചിന്ത മാറ്റി കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് നമ്മൾ കുറേ നിസ്കരിച്ച് കുറേ നോമ്പ് നോറ്റി വലിയ സംഭവമാണ്, വലിയ ഹാജിയാണ്, വലിയ ഉംറ ആണ്, വലിയ പണ്ഡിതനാണ് എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാന്റെ മുന്നിലേക്ക് ചെല്ലണം എന്നാരും വിചാരിക്കാൻ നിൽക്കണ്ട. കുടുംബ ബന്ധങ്ങളുടെ തെറ്റുകളൊക്കെ തീർത്തോ. തെറ്റുകൾ തീർക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴക്കാരം ഓട്ടെ ഈ റമദാൻ വരുമ്പോൾ പൊരുത്തപ്പെടിപ്പിക്കാം എന്ന് കരുതുമ്പോഴക്കാരം നാളെ രാവിലെ അയാളോ അല്ലെങ്കിൽ നമ്മളോ മരണപ്പെട്ടു പോകുന്ന ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഖബറിൽ കിടക്കുന്ന സമയത്തടക്കം ഈ ബാധ്യത പേറിക്കൊണ്ട് കിടക്കേണ്ടി വരും.